കോഴിക്കോട് കൊയിലാണ്ടിയിൽ തിരയിൽപ്പെട്ട് മരിച്ച 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം സഹാനി ആശുപത്രിയിൽ നിന്ന് ഉടൻ എത്തിക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. അതിന്റെ വിശദാംശങ്ങൾ തേടാം. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, പുതിയ വിവരങ്ങൾ എന്താണ്? രാഹുൽ, റിജിത്ത്, 3 പേരുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവില്ല. നാളെ ആയിരിക്കും ഇപ്പോൾ എത്തിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവിടെ എത്തിച്ചിട്ടുള്ള ബിനീഷ് 40 വയസ്സ്, വാണി 32 വയസ്സ്, അനീസ 35 വയസ്സ് തുടങ്ങി 3 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഫൈസലിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കൊയിലാണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കും. നാളെ ആയിരിക്കും 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർമാർ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, അവിടുത്തെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ വിവരം എങ്ങനെയാണ്? ഞങ്ങൾക്ക് അവിടുന്ന് തിക്കോടിയിൽ നിന്ന് ഇതേപോലെ വളണ്ടിയേഴ്സ് വിളിച്ചു പറഞ്ഞതാണ്. ഞങ്ങൾ വളണ്ടിയേഴ്സ് സർവീസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറ്റുള്ള വളണ്ടിയേഴ്സിനൊക്കെ വിവരം അറിയിച്ചു. എല്ലാ വളണ്ടിയേഴ്സും CS സെൻറ്റർ, സഹായി പോലത്തെ മറ്റെല്ലാ സംഘടനാ വളണ്ടിയേഴ്സും അവിടെ എത്തി വളരെ നല്ല നിലയിൽ തന്നെ. അങ്ങനെ അപകടം ഉണ്ടായെന്ന് എന്തെങ്കിലും വിവരം അവിടുന്ന് കിട്ടിയോ? അതായത് കൽപ്പറ്റയിൽ നിന്ന് 26 അംഗ ജിം ഒരു ട്രൂപ്പായിട്ട് വന്നതാണ്. അവരിൽ 6 ആളാണ് കുളിക്കാൻ ഇറങ്ങിയത്. 2 ആൾ രക്ഷപ്പെട്ടു, 4 ആൾ മരിച്ചു. അതിലിപ്പോൾ ഒരാൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അവിടെ MLA മറ്റും എല്ലാ ആളുകളും വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീച്ച് എങ്ങനെ മുമ്പ് അപകടം ഉണ്ടായിട്ടുള്ള ബീച്ചാണ്, എങ്ങനെ അപകടം ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു അപകടം അവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഒരു പുതുതായിട്ടൊരു പബ്ലിക്കായിട്ട് വരുന്ന ഒരു ബീച്ചാണ്. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച കൂടി. അതെ, ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. റിജിത്ത്, ഈ ലൈഫ് ഗാർഡ് പറയുന്ന അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടല് കുറച്ച് ഉൾവലിഞ്ഞിരുന്നു. ആ സമയത്ത് ഈ വിനോദസഞ്ചാരികൾ കടലിനകത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ വേഗത്തിൽ തിരമാല അടിച്ചു കയറിയപ്പോൾ ഇവർക്ക് തിരിഞ്ഞ് ഓടാൻ സാധിച്ചില്ല. അങ്ങനെ ഈ തിരയിൽ പെടുകയായിരുന്നു എന്നാണ് ഒരു ലൈഫ് ഗാർഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അതിദാരുണമായ സംഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ സംഭവിച്ചത്. കൽപ്പറ്റയിൽ നിന്നും 24 പേരടങ്ങുന്ന സംഘമാണ് വിനോദസഞ്ചാരത്തിനായി എത്തിയത്. അതിൽ 6 പേരാണ് ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. 2 പേർ രക്ഷപ്പെട്ടു, 4 പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരു ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് കൽപ്പറ്റയിലെ സ്വകാര്യ ജിമ്മിലുള്ള ആളുകൾ പുറപ്പെട്ടത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും 3 പേരുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ജനപ്രതിനിധികളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിജിത്ത്, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇപ്പോൾ 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ അവിടേക്ക് സഹാനി ആശുപത്രിയിൽ നിന്ന് എത്തിക്കും എന്നുള്ളതാണ് ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, അയാൾ ആശുപത്രിയിലാണ്. പക്ഷേ ആരോഗ്യനില സംബന്ധിച്ച് യാതൊരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ കൽപ്പറ്റയിലെ ജിമ്മിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകളാണ്. ഞായറാഴ്ചയാണ്, കടൽ ഉൾവലിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കടലിൻ്റെ ഭാഗത്തേക്ക് പോയവരാണ്. പിന്നീട് ശക്തമായ തിര പെട്ടെന്നടിച്ചതോടുകൂടി ആ തിരയിൽപ്പെട്ട് 4 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയാണ് ഉണ്ടായത്. വളരെ വേദനാജനകമായ വാർത്തയാണ്. 2 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കുമാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ലൈഫ് ഗാർഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സംഘം വലിയ നടുക്കത്തിലും വേദനയിലുമാണ്. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചുകൂടി ഈ ഘട്ടത്തിൽ വ്യക്തത വരികയാണ്.